ആരും കണ്ടിട്ടില്ല കേട്ടോ. അയ്യോ എന്തോ ഒരു സൗമ്യം. ദിയയെടുത്ത് ആരെങ്കിലും ചിപ്പോന്ന് പറഞ്ഞാൽ ദിയ കയറി പറയാൻ പോകുന്നത് അതിൻ്റെ ഇരട്ടി ചീത്തവിളിയായിട്ടായിരിക്കും ദിയാസന മീഡിയയിലാവട്ടെ ഏത് സോഷ്യൽ മീഡിയയിലാവട്ടെ അവൾ എവിടെ അങ്ങനെയാണ് പറയുന്നത്. അല്ലേ ദിയ? അപ്പം ദിയക്ക് എന്ത് പേടിയുണ്ടോ? പുതിയൊരു അറിവാണത്. ദിയാസന തെറി വിളിക്കുന്ന ഒരാളാണ്, ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ച് തെറി വിളിക്കുന്ന ഒരാളാണെന്ന് സജിന പറഞ്ഞപ്പോൾ മനസ്സിലായി. ബിഗ് ബോസിൽ വന്നപ്പോൾ തൊട്ട് ദിയാസന എന്താന്നുള്ളത് എല്ലാവർക്കും അറിയാം. തെറി വിളിക്കുന്ന ആളാണെന്നും പച്ചക്ക് എല്ലാതും ഓപ്പൺ ആയിട്ട്, അതായത് സ്വന്തം അഭിപ്രായം വിളിച്ചു പറയുന്ന ഒരാളാണ് ദിയാസന. അത് ഓപ്പോസിറ്റ് ആരാണെന്നുള്ളത് നോക്കാതെ തന്നെ ആളുടെ അഭിപ്രായം ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരാൾ തന്നെയാണ് ദിയാസന എന്നുള്ളത് അറിയാം. അതിപ്പോ തെറി എപ്പോഴും തെറി പറയുന്ന ഒരാളാണെന്ന് അറിയില്ല. തെറി പറയേണ്ടടുത്ത് തെറിയും പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ ചെയ്യുന്ന ഒരാളായിട്ടാണ് വീഡിയോസ് ആണെങ്കിലും പിന്നെ പോസ്റ്റ് അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളത്. അതിപ്പോൾ പുതിയൊരു അറിവൊന്നുമില്ല. അതും ഇതും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദിയാസന എന്ന് പറഞ്ഞ വ്യക്തിനെ അത്രയും മോശക്കാരിയാക്കിയിട്ടാണ് സജിന ഇത് പറയാൻ ഉദ്ദേശിച്ചതെന്നുണ്ടെങ്കിൽ ദിയാസന എത്രയോ നല്ലൊരു വ്യക്തിയായിട്ടാണ് തോന്നുന്നത്. ഇതിലിപ്പോൾ ദിയാസനയുടെ സ്വഭാവം അല്ല ആരും അന്വേഷിക്കാൻ പോണത്. സജിന എന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം മോശക്കാരിയാണെന്നുള്ളത് സജിനന്റെ ഈ വീഡിയോ എന്നല്ല, ഈ ഒരു പ്രശ്നം സോഷ്യൽ മീഡിയന്റെ മുന്നിൽ ഇട്ടത് തന്നെ സജിനയാണ്. ഫിറോസ് ചെയ്ത വീഡിയോസും എല്ലാം കൊണ്ടും വെച്ച് നോക്കുമ്പോൾ ദിയാസനൊന്നും ഒന്നുമല്ല. ഇതിപ്പോ സജിന വേറെ ദിയാസനേനെ അല്ലെങ്കിൽ സജിനക്ക് ദേഷ്യമുള്ള ആൾക്കാരോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് അവര് എത്രത്തോളം മോശക്കാരിയാണ് അല്ലെങ്കിൽ മോശക്കാരനാണെന്നുള്ളത് പുറത്ത് പറയാൻ വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആൾക്കാർക്ക് എന്തായാലും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഓരോരുത്തരും പറഞ്ഞതും കുറെ ആൾക്കാർക്ക് പേഴ്സണലായിട്ട് അറിയുന്നതാണല്ലോ സജിന എന്ന് പറയുന്ന വ്യക്തിനെ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരൊക്കെ ഓപ്പൺ ആയിട്ട് വന്നത് കേൾക്കുമ്പോൾ ദിയാസന ഒന്നുമല്ല എന്നുള്ളതല്ല, ദിയാസന എന്ന് പറയുന്ന വ്യക്തിയും സജിനേനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സജിന എത്രത്തോളം മോശക്കാരിയാണെന്നുള്ളത് ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതാണ്. വെറുതെ എന്തിനാണ് ദിയാസന എന്ന് പറയുന്ന ആള് തെറി വിളിക്കണതും അത് എല്ലാവർക്കും അറിയണം. അതൊന്നും വലിയ പുതുമുള്ള കാര്യമൊന്നുമല്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്തം വിടാൻ പോണത് സജിന എന്ന് പറയുന്ന വ്യക്തിയെ അത്രയും ഒരു പാവപ്പെട്ട രീതിയിൽ എല്ലാവരും നല്ല സൗമ്യതയിൽ സംസാരിച്ചിട്ടും പെരുമാറിയിട്ടുള്ള, അങ്ങനെയാണ് ബിഗ് ബോസിലൊക്കെ കണ്ടിട്ടുള്ളത്. അങ്ങനെയാണ്. അങ്ങനെ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു മുഖം ഉണ്ട് എന്നുള്ളത് ഇപ്പം അറിഞ്ഞത് എന്തായാലും സജിന തന്നെ ആണ് കാരണക്കാരി. കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ എത്തിച്ചതും ഇപ്പൊ ഇവരൊക്കെ എത്രത്തോളം വന്നിട്ട് സജിനന്റെ സ്വഭാവം എത്രത്തോളം മോശമാണെന്നുള്ളത് പറയാനും കാരണം സജിന തന്നെയാണ് ഈ വിഷയമൊക്കെ പുറത്ത് കിട്ടത്. എന്നിട്ട് ഇപ്പൊ വേറെയുള്ള ആൾക്കാർ മോശക്കാരിയാണ് അങ്ങനെ വരുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? മെയിനായിട്ട് ഇവർക്ക് ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പ്രതികാരം ചെയ്യണം. ഇപ്പൊ ഇവരായിട്ടാണ് ഇത് സോഷ്യൽ മീഡിയയിൽ ആൾക്കാരെ അറിയിച്ചത്. റിസൾട്ട് പൂക്കുട്ടിയായിട്ട് ഇവർക്ക് ഇങ്ങനെ ബന്ധമുണ്ട് എന്നുള്ളതല്ലാതും അത് അയാളോടുള്ള പ്രശ്നം കൊണ്ട് അങ്ങനെ വഴി തിരിഞ്ഞിട്ടാണ് ഇപ്പൊ ഇവരൊക്കെ പുറത്തേക്ക് വന്നിട്ട് ഓരോന്ന് അഭിപ്രായം പറയാനതൊക്കെ തുടങ്ങിയത്. ഇപ്പൊ എല്ലാതും കൂടി ഇവരുടെ തലയിൽ തന്നെ എത്തിയപ്പോൾ ഇവര് ഈ പറഞ്ഞ ബാക്കിയുള്ള ആൾക്കാർക്കെതിരെ പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയത്. അതാണ് മെയിൻ കാരണം. ഫിറോസ് ഖാനും പിന്നെ എന്നെ കൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി പോയ ഒരു ദുബായിൽ ഒരുത്തുണ്ട്. ഞാൻ ആ വീഡിയോക്കകത്ത് പ്രത്യേകം എന്തോ ഭാഗ്യത്തിന് ആ സാധനം പറഞ്ഞിട്ടുമുണ്ട്. അത് കണ്ടിട്ട് ട്രിഗർ ചെയ്തിട്ട് അടുത്തൊരു വോയിസ് റെക്കോർഡ് വന്നിട്ടുണ്ട്. റോഷ്നി എന്ന് പറഞ്ഞിട്ട് ദുബായിലെ ഏറ്റവും നമ്പർ 1, എനിക്കത് പറയാൻ താല്പര്യമില്ല, അങ്ങനത്തെ ഒരുത്തി. ഇപ്പൊ സത്യങ്ങൾ പറഞ്ഞ ആൾക്കാർക്കെതിരെ ഇവർക്ക് ഇനിയിപ്പോൾ അവരെ കുറിച്ചിട്ട് മോശമാണെന്ന് പറയണം. അതായത് ഇവരെ കുറിച്ചിട്ട് ഇപ്പൊ എല്ലാവരും പറഞ്ഞല്ലോ ഇവരെത്രത്തോളം മോശക്കാരിയാണ്, എന്താണ് ഇവരുടെ സ്വഭാവം, ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ എല്ലാതും ഇപ്പോൾ ഓരോരുത്തരായിട്ട് ഓപ്പൺ ആയിട്ട് പറഞ്ഞു. അപ്പൊ ആ ആൾക്കാരെ ഇനിയിപ്പോൾ ഇവർക്ക് നാറ്റിക്കണം. അത് ഇവരെ കൊണ്ട് പറ്റണ രീതിയിൽ ഇല്ലാത്തത് വരെ പറഞ്ഞിട്ട് നാറ്റിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. ഇപ്പൊ ഇവര് ഇതിലൊരു ഫ്രണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. റോഷിനി എന്ന് പറയുന്ന ഈ ഫ്രണ്ട് ദുബായില് എന്തോ ഇത്രയും വലിയൊരു ഡാഷാണെന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അത് പറയാൻ മടിക്കുന്നുണ്ട്. എന്തിനാ ഇത്രയും വൃത്തിയായിട്ട ഒരാൾക്ക് എന്തുകൊണ്ടത് പറയാൻ മടി? ഫിറോസ് ഖാൻ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വ്യക്തി എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്ക്. അതായത് നേരിട്ടിട്ട് വരെ അറിയില്ലെങ്കിലും ഇപ്പൊ ഇത്രയും വീഡിയോസും കാര്യങ്ങളും ഓരോരുത്തർ തുറന്നു പറഞ്ഞതിൽ കുറച്ചെങ്കിലും സത്യം ഉണ്ടാവില്ലേ? അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വ്യക്തിക്ക് എന്ത് യോഗ്യത എന്നുള്ളത് ആ ഡാഷാണെന്ന് പറയാനുള്ളത്. ഇവിടെ സജിന കളിക്കുന്ന കളി എന്താന്ന് വെച്ചാൽ ഞാൻ മാത്രം മോശക്കാരിയല്ല, എന്നെക്കാട്ടിലും വൃത്തിയിട്ട ആൾക്കാരാണ് ബാക്കി ഇപ്പോൾ സജിനെ കുറിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാർ എന്നുള്ള രീതിയിലാണ് സജിന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ആ ഇഷ്യൂ ഒക്കെ അവിടെ ആൾക്കാർ മറക്കും. ബാക്കി എല്ലാവരും ഇവരുടെ പിന്നാലെ പോകുന്നുള്ള ചിന്താഗതിയിലാണ് ഇവർ ഇതൊക്കെ വിളിച്ചു പറയുന്നത്. അതായത് അതിനെക്കുറിച്ച് യാതൊരു ക്ലാരിറ്റി ഇവർ തരുന്നില്ല. ഇവര് തെറി വിളിക്കുന്ന ആളാണ്, ബാക്കിയുള്ളവർ മോശക്കാരിയാണെന്ന് മാത്രമേ ഇവർ പറയുന്നുള്ളൂ. ആ വോയിസ് ക്ലിപ്പിൽ വന്നിട്ടുള്ള സംഭവങ്ങൾക്ക് സജിനക്ക് മറുപടിയേ ഇല്ല. റിസുൽപ്പുക്കുട്ടിയായിട്ടുള്ള ബന്ധത്തിന് സജിനക്ക് യാതൊരുവിധ ക്ലാരിറ്റി തരാനില്ല. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മാത്രം ഉപ്പയാണ് വാപ്പയാണ് എന്ന് പറഞ്ഞിട്ട് വേറെ രീതിയിൽ വളച്ചൊടിച്ചിട്ട് സംസാരിക്കാന്നല്ലാതെ അതിനെക്കുറിച്ചിട്ടൊന്നും ഇവർക്കൊന്നും പറയാനില്ല, സജിനക്കൊന്നും പറയാനില്ല. ഇതിപ്പോ ഇവരെ കുറിച്ചിട്ട് കുറേ മോശത്തരങ്ങളും കാര്യങ്ങളും പറയുന്ന ആൾക്ക് ഇവൾക്കെതിരെ വന്ന ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇവള് നല്ല രീതിയിൽ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ റിസുൽപ്പുക്കുട്ടിയായിട്ടുള്ള ഈ പ്രശ്നത്തിന്റെ കാര്യത്തിൽ മാത്രം സജിനക്ക് യാതൊരു മറുപടി ഇല്ല. അതിൽ വേറെ കുറെ കാര്യങ്ങൾ ഉപ്പയാണ്, സഹോദരനാണ്, ദൈവമാണെന്നൊക്കെ പറഞ്ഞിട്ട്
അങ്ങനെ ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. അതാകുമ്പോൾ വേറൊരു ചോദ്യം വരില്ലല്ലോ. ആ സംഭവത്തിനെ കുറിച്ചിട്ട് മാത്രം ഈ സജിനക്ക് മറുപടി ഇല്ല. അത് എന്തുകൊണ്ടാണ്? അതാണല്ലോ ഇപ്പൊ മെയിൻ ആയിട്ട് ഇവരൊക്കെ ഇത്രയും കാര്യങ്ങൾ തുറന്നു പറയാൻ കാരണം. മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് ആ സംഭവം. അതിനെ കുറിച്ചിട്ട് യാതൊരു കമന്റും സജിനക്ക് പറയാനില്ല. എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരെ വെറുതെ ഇങ്ങനെ ഇല്ലാത്തതും ഉള്ളതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ വലിച്ചു വെച്ചിട്ട് ആൾക്കാരെ മുന്നിൽ ഇട്ട് കൊടുക്കണം. ഇവരുടെ ഈ ഒരു കാര്യം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് വെറുതെ ബാക്കിയുള്ളവരെ ജീവിതം കൂടി ഇല്ലാതാക്കണം എന്തിനാണ്? പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഫിറോസ് ഖാന് പ്രായപൂർത്തിയാവാത്ത കുട്ടീനെ പീഡിപ്പിച്ചു, പോക്സോ കേസ് ആരോപണം ഒക്കെ യാതൊരു പേടിയും ഇതൊന്നും ഇല്ലാതെയാണ് ഇവർ വിളിച്ചറിയുന്നത്. അതായത് ഇവരുടെ ഭാഗം ന്യായീകരിക്കാൻ ഇവരെന്തായാലും നാറി. അപ്പോ ഇവരെ ഇത് തുറന്നു പറഞ്ഞ ആൾക്കാർ നാറട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതിനൊക്കെ എന്തെങ്കിലും സത്യമോ കാര്യങ്ങളോ ഉണ്ടോന്ന് അറിയില്ല. പക്ഷെങ്കിൽ ഇതൊക്കെ വന്നിട്ട് ഓപ്പൺ ആയിട്ട് വിളിച്ചു പറയാണ് എന്ത് ഇയാൾ ഇങ്ങനെ പീഡിപ്പിച്ചു എന്നൊക്കെ. അതും സ്വന്തം മകളെ വരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പോക്സോ കേസിൽ കൊടുക്കുന്നൊക്കെയാണ് ദിയാസനോടൊക്കെ ഫോണിലും ഇതിലൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവരുടെ സ്വഭാവം ഇവര് ഈ ബാക്കിയുള്ളവരെ പറയണ്ടല്ലോ അതിനേക്കാളും എത്രത്തോളം വൃത്തിയായിട്ടൊരു സ്വഭാവമാണ് ഇവരുടെ എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. എന്നിട്ട് ആ ആളാണ് വിളിച്ചു പറയുന്നത് ഇങ്ങനെ ദിയാസനെ തെറി വിളിക്കണാണ് മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ. ഇപ്പൊ ഇവര് കാണിക്കണ ഒരാൾ തെറി വിളിക്കണതല്ല, ആ ആള് തെറി വിളിക്കണ്ടെങ്കിൽ അത് മോശം തന്നെയാണ്. പക്ഷെ അതിനേക്കാളും എത്രയോ മടങ്ങ് വൃത്തികെട്ട ഒരു സ്വഭാവമല്ലേ നിങ്ങൾ ഈ സജിനന്റെ എന്നുള്ളത്. ഇതൊന്നും മനസ്സിലായില്ലേ? ഒരു ബോധമില്ലാതെയാണ് ഉള്ളതും ഇല്ലാത്തതായിട്ടുള്ള വൃത്തികേടുകളൊക്കെ വിളിച്ചു പറയുന്നത്. കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഇമാതിരി സൈക്കോവില്ലത്തിക്കളികളോണ്ടൊന്നും ആൾക്കാർ ഇതൊന്നും മറക്കാൻ പോകണില്ല, ആ കാര്യത്തിന് പിന്നാലെ പോകാനും പോണില്ല. ഇത്രയും ആൾക്കാർ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. സജിനപ്പെട്ട ഈ വീഡിയോക്ക് മറുപടി ആയിട്ട് ദിയാസന ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇന്റർവ്യൂ കാരണം ദിയാസന ഇത്രയും കാലം തെറിവിളിക്കാരിയാണ്. അതേപോലെ സജിന ഇപ്പൊ ആദ്യം പറഞ്ഞത് എന്താ, ദിയാന്റെ തെറിവിളി ആർക്കും അറിയൂലല്ലോ എന്നൊക്കെ. തെറിവിളിയൊന്നും അല്ല, ഒരു മനുഷ്യൻ തെറി വിളിക്കണതൊന്നും അല്ല. ആ ആളെ മോശക്കാരൻ, അത് മോശം തന്നെയാണ്. പക്ഷെങ്കിൽ ആ ആളെ സ്വഭാവം തെറി വിളിക്കണതോട് കൂടിയിട്ട് ഇല്ലാതാവണില്ല. ഇപ്പൊ എന്തായി? ഈ ഒരു ഇന്റർവ്യൂയോട് കൂടി ദിയാസനക്ക് ഉണ്ടായിരുന്ന ചീത്തപ്പേര് മാറിക്കിട്ടി. തെറി വിളിക്കുന്ന ആളാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ വ്യക്തി ഒരു നല്ല മനസ്സിന്റെ ഉടമയാണെന്നുള്ളത് കൂടി ഈ ഒരു ഇന്റർവ്യൂന്ന് എല്ലാവർക്കും മനസ്സിലായി. അധികം ആൾക്കാരും ഈ വീഡിയോയിൽ ദിയാസനക്ക് സപ്പോർട്ടായിട്ടാണ് കമന്റ് ഒക്കെ ഇട്ടിട്ടുള്ളത് ആ ഇന്റർവ്യൂക്ക്. ഇത്രയും കാലം സോഷ്യൽ മീഡിയയിൽ ഇതേ വെറൊരു തെറിവിളിക്കാരിയും മോശക്കാരിയും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്ന ആളെ ഈ ഒരു ഇന്റർവ്യൂയോട് കൂടിയിട്ട് എല്ലാവരും മാറ്റി പറയുന്ന ഒരു അവസരം വന്നില്ലേ. അതിന് സജിനോട് ദിയാസനക്ക് ഇന്നും നന്ദി ഉണ്ടായിരിക്കും തോന്നുന്നു. ദിയാസനന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇവർക്ക് ദേഷ്യം വന്നാൽ അത് മുഖത്ത് നോക്കി പറയും. ബിഗ് ബോസ് കണ്ടാൽ തന്നെ അറിയാം, മുഖത്ത് നോക്കിയിട്ട് കാര്യങ്ങൾ പറയും. തെറിയാണെങ്കിലും കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുന്ന ഒരാളാണ് ദിയാസന എന്ന് പറയുന്നത്. പക്ഷേ ഈ സജിനന്റെ ഒക്കെ സ്വഭാവം ബിഗ് ബോസിൽ വെച്ചിട്ട് കണ്ടതും ഇപ്പൊ പുറത്ത് ഇപ്പോ നടക്കുന്നതും വെച്ച് നോക്കുമ്പോൾ എത്രയോ മടങ്ങ് നല്ലൊരാളാണ് ദിയാസന എന്നുള്ളത് ഈ ഒരു കാര്യം കൊണ്ട് മനസ്സിലായി എല്ലാവർക്കും. വേറൊരു കാര്യം എന്താന്ന് വെച്ചാല് ദിയാസനന്റെ ഇന്റർവ്യൂല് ദിയാസന പറയുന്നുണ്ട് സജിന റസുൽ പൂക്കുട്ടിന്റെ പേഴ്സണൽ ഫോൺ ഹാക്ക് ചെയ്തിട്ട് അതിലുണ്ടായിരുന്ന അതില് റസുൽ പൂക്കുട്ടിക്ക് വേറെയും റിലേഷൻഷിപ്പ് ഉണ്ട് ഇത്ര കുറെ. ഇതേപോലെ സജിനെ പോലെ തന്നെ വേറെയും കുറെ സെറ്റപ്പുകൾ ഉണ്ട്. അവരൊക്കെ കണ്ടുപിടിച്ചിട്ട് അവരൊക്കെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ദിയാസന MDMA വിൽക്കുന്ന ആളാണെന്നും അത് യൂസ് ചെയ്യുന്നുണ്ടെന്നും ഒക്കെ ആൾക്കാരൊക്കെ എതിരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കി. പക്ഷെ ദിയാസന തന്നെ ഓപ്പൺ ആയിട്ട് ഈ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതും അത് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നുള്ളതും പറയും. ദിയാസന പറഞ്ഞ വലിയൊരു കാര്യമുണ്ട്, ഞാൻ ഒരു ബോൾഡായ സ്ത്രീ ആയതുകൊണ്ട് ഇത് നേരിട്ട് നിൽക്കുന്നു. ഏതെങ്കിലും സാധാരണ പെൺകുട്ടി ആയിരുന്നു എങ്കിൽ സൈബർ അറ്റാക്ക് താങ്ങാനാവാതെ ഇപ്പൊ ആത്മഹത്യ ചെയ്തതിന്. അത് സംഭവം സത്യം തന്നെയാണ്. കാരണം ഒരു പെണ്ണിനെ കുറിച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞിട്ട് അവർ ആത്മഹത്യന്റെ വക്കിക്ക് തള്ളി വിടുന്ന സജിനന്റെ ഈ ഒരു ക്രൂരതക്ക് മുന്നിൽ ദിയാസന കാണിച്ച ധൈര്യത്തിന് നമ്മൾ സപ്പോർട്ട് കൊടുക്കുക തന്നെ വേണം. കാരണം ചെറിയൊരു കാര്യമല്ലത്. ഈ ഒന്നാമത് ദിയാസനെ കുറിച്ചിട്ട് ആൾക്കാർ അങ്ങനെ വിചാരിക്കും. കാരണം നെഗറ്റീവ് ഇമേജ് ആണ് ആൾക്കാരുടെ മുന്നിലുള്ളത് ദിയാസനക്ക് ഓൾറെഡി. അതെന്തായാലും ഈ ഒരു ഇതോടുകൂടി മാറി കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ അങ്ങനെ ഒരു വ്യക്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ തെറി വിളിക്കുന്ന ആളാണെന്നും ഡ്രഗ് യൂസ് ചെയ്യുന്ന ആളാണെന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് വിശ്വസിക്കുന്നുള്ളത് സജിനക്ക് അറിയാം. സജിനന്റെ ഈ ഒരു ബുദ്ധി വെച്ച് നോക്കുമ്പോൾ സജിന ആ ഒരു കളിയാണ് ഇവിടെ കളിച്ചത്. സ്വന്തം തെറ്റി മറച്ചു വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു കാര്യം പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ആ പ്രശ്നം ആൾക്കാരെടുത്തുനിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ദിയാസനന്റെ ഈ ഒരു ഡ്രഗിന്റെ കേസ് ഇതിലൂടെ ബന്ധപ്പെടുത്തിയിട്ട് അങ്ങോട്ട് ശ്രദ്ധ തിരിപ്പിക്കാനാണ് സജിന മാക്സിമം നോക്കിയത്. ഇപ്പൊ എന്തായാലും എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും സജിന കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നും സജിന എത്രത്തോളം ഇതല്ലാതെ എന്തൊക്കെ കാര്യങ്ങൾ ചിലപ്പോൾ പറയാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതൊക്കെ ഇതേപോലെ ആൾക്കാർ ഇനി വന്ന് തുറന്ന് പറയുമ്പോഴേ അറിയുള്ളൂ സജിന എന്താന്നുള്ളത്. ദിയാസനന്റെ ഇന്റർവ്യൂ കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം വൃത്തിയായിട്ടൊരു സ്ത്രീയാണെന്നുള്ളത്. കാരണം റസുൽ പൂക്കുട്ടിന്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിന്റെ മരണം കണ്ടാലും കുഴപ്പമില്ല, എനിക്ക് എന്റെ കാര്യമാണ് വലുതെന്നൊക്കെ പറയണമെങ്കിൽ ആ ആളെ മനസ്സിന്റെ ദുഷിപ്പ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു വ്യക്തിക്ക് ഇപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ മനഃപൂർവ്വം ഇല്ലാത്ത കഥകൾ പറഞ്ഞിട്ടുണ്ടാക്കാനും പറ്റും. കാരണം സ്വന്തം കാര്യം ജയിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇല്ലാത്തത് ഉണ്ടാക്കി പറയാന്നുള്ളത് ആളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് ഇതേപോലത്തെ കുറെ നുണകൾ ഇരുന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മോശക്കാരി ആക്കിയും കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. പക്ഷെ അതൊന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവര് വീണ്ടും ആൾക്കാരെ മുന്നിൽ മോശക്കാരി ആവാന്നല്ലാതെ
ഇവർ പറയുന്ന വ്യക്തികളെ കുറിച്ചിട്ട് ആർക്കും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. സജിനന്റെ ഫാമിലിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, കുട്ടികളെ കാര്യം, അവരുടെ അവർക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് ഫിറോസ് ഖാൻ ഇതൊക്കെ പറയുമ്പോൾ, ഫിറോസ് ഖാനൊക്കെ ഇത് തുറന്ന് പറയുമ്പോൾ എന്റെ കുട്ടികളുടെ കാര്യം ആലോചിച്ച് നോക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ സിമ്പതി കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നിന്ന് വന്നൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ റസൂൽ കുട്ടിക്ക് ഭാര്യയും മക്കളും എല്ലാവരും ഉള്ളത്. അപ്പൊ അവരുടെ വിഷമങ്ങൾ എന്തുകൊണ്ട് ഈ സജിന മനസ്സിലാക്കാത്തത്? അത് അവർക്കും ഇല്ലേ മക്കളും കുട്ടികളൊക്കെ. അയാളെ കാര്യം എന്തായാലും ഒഴിവാക്കാം. പക്ഷെ ശില്പക്കുട്ടീന്റെ മക്കളും എന്ന് പറയുന്നതും സജിനന്റെ മക്കളും തമ്മിലും എന്താണ് വ്യത്യാസമുള്ളത്? ഇവർക്കൊക്കെ ആത്മാഭിമാനം അതുപോലെ വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടാവില്ല ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ? അതെന്തുകൊണ്ട് ചിന്തിക്കണില്ല? എല്ലാത്തിലും വ്യക്തി താല്പര്യം മാത്രമാണ് ഈ സജിന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇനിയും ഇതേപോലെ കുറെ വീഡിയോസും കാര്യങ്ങളായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചവറും ചളിയും വാരി എറിയാതെ കേസും കാര്യങ്ങളായിട്ട് സ്വകാര്യമായിട്ട് മുന്നോട്ട് പോയിട്ട് അത് എങ്ങനെയെങ്കിലും തീർപ്പാക്കാൻ നോക്കേ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ നോക്കാന്നല്ലാതെ ഇങ്ങനെ ഈ കാണിച്ചുകൊണ്ടിരിക്കണൊക്കെ ഭയങ്കര മോശമുള്ള ഒരു കാര്യമാണ്. ഒന്നുമില്ലെങ്കിൽ ഇത്രയും ആൾക്കാരെ അറിയുന്ന ആൾക്കാരല്ലേ ഇവരൊക്കെ. അപ്പോൾ ഇനി ഇതിയാസനാണെങ്കിലും ഫിറോസ് ഖാനാണെങ്കിലും പിന്നെ ഇതിലുള്ള ഓരോ ആൾക്കാരാണെങ്കിലും ഇതേപോലെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ആൾക്കാരെ മുന്നിൽ ഇങ്ങനെ നാറുന്നതിലും നല്ലത് കേസായിട്ട് മുന്നോട്ട് പോയിട്ട് നല്ല രീതിയിൽ അത് അവസാനിപ്പിക്കാൻ നോക്കാവോ ഏറ്റവും നന്നാവുക.